ഹലോ കൂട്ടുകാരെ, വെൽക്കം ടു മൈ ഡ്രീം ആളൂട്ടി. എല്ലാവരും സുഖമായിട്ടിരിക്കുന്നില്ലേ? ഇന്നത്തെ നമ്മുടെ വീഡിയോ ഒരു ഈവനിങ് വീഡിയോ ആണ് കേട്ടോ. ഈവനിങ്ങിൽ നമ്മളിന്ന് ഫ്രൈഡേ ആണ്. ഫ്രൈഡേയിൽ സാധാരണ ഈവനിങ്ങിൽ നമ്മൾ ജസ്റ്റ് പുറത്ത് പോകുക, ഫുഡ് കഴിക്കുക, ഷോപ്പിംഗ് അങ്ങനെയൊക്കെയാണ് കേട്ടോ ഉണ്ടാവാറ്. ഇന്ന് നമ്മൾ അമ്പലത്തിലേക്കാണ് പോകുന്നത്. സാധാരണ നമ്മൾ വ്യാഴാഴ്ച വൈകുന്നേരം അല്ലെങ്കിൽ വെള്ളിയാഴ്ച രാവിലെയാണ് പോകാറ്. ഇന്നലെ പോകാൻ പറ്റിയില്ല കേട്ടോ. ഇന്നലെ എല്ലാം റെഡിയായിട്ടിരുന്നതാണ്. അന്നേരം എനിക്ക് പെട്ടെന്ന് ജലദോഷവും തുമ്മലും അങ്ങനെയൊക്കെ വന്നപ്പോൾ പിന്നെ തണുപ്പും കൂടി ആയതുകൊണ്ട് ഇന്നലെ പോകണ്ടെന്ന് വെച്ച്. പക്ഷെ ഭയങ്കര മനപ്രയാസമായിരുന്നു. നമ്മൾ അമ്പലത്തിലൊക്കെ പോകാനായിട്ട് ഇരുന്നിട്ട് എല്ലാം റെഡിയാക്കി ഇരുന്നിട്ട് പോകാതിരിക്കുക എന്ന് പറയുന്നത് നമുക്ക് ഭയങ്കര ബുദ്ധിമുട്ടുള്ള കാര്യമല്ലേ. ഇന്നിപ്പോൾ കുറഞ്ഞിട്ടൊന്നുമില്ല, എന്നാലും രണ്ടും കൽപ്പിച്ച് ഞങ്ങളങ്ങ് പോവുകയാണ് കേട്ടോ. ഇന്നിപ്പോൾ കുളിച്ച് എല്ലാവരും റെഡി ആയിട്ടുണ്ട്. 6:15 ആകുമ്പോഴത്തേനും ഇറങ്ങാം. 6:30 ആകുമ്പോൾ നമ്മൾ ശിവക്ഷേത്രത്തിൽ ചെന്ന് ദീപാരാധന തൊഴാൻ സാധിക്കും കേട്ടോ. അതൊരു നല്ലൊരു സംഭവമാണ്. നമുക്ക് ആ സമയത്ത് അവിടെ നിൽക്കുമ്പോൾ കിട്ടുന്ന ഒരു സുഖമുണ്ടല്ലോ, അത് വല്ലാത്തൊരു സന്തോഷമാണ് കേട്ടോ. അപ്പോൾ ഞങ്ങൾ ആ ദീപാരാധനയുടെ സമയം നോക്കിയാട്ടോ ഇറങ്ങുന്നത്. അപ്പോൾ ഇപ്പോൾ 6:15 നമ്മൾ അമ്പലത്തിൽ ഒരു 6:30 കഴിയുമ്പോഴത്തേനും എത്തും. അപ്പം ഞങ്ങൾ ഇറങ്ങുകയാണ്. അമ്പലത്തിൽ ചെല്ലുമ്പോൾ ആ ഒരു നമുക്ക് തൊഴുത് ദീപാരാധനയുടെ ടൈമിങ്ങിൽ കറക്റ്റായിട്ട് നമുക്കവിടെ നിൽക്കാൻ പറ്റും. ഞങ്ങൾ ഇറങ്ങി കഴിഞ്ഞപ്പോൾ മാളൂര് പൂച്ചക്കുട്ടി എന്ന് പറഞ്ഞാൽ ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ. മാളൂര് പൂച്ചക്കുട്ടിയുടെ പുറകെ പോവാണ്. അതാണെങ്കിൽ മാളൂരിൻ്റെ ഒപ്പം തന്നെ നമ്മുടെ വണ്ടിയുടെ അടുത്ത് തന്നെ വന്നു കേട്ടോ. അപ്പം പൂച്ചക്കുട്ടിക്കൊക്കെ ടാറ്റ പറഞ്ഞ് ഞങ്ങൾ ഇറങ്ങി. ഇന്ന് റൂട്ടിൽ വലിയ തിരക്കൊന്നുമില്ല. മസ്കറ്റ് നൈറ്റിൻ്റെ ഭാഗമായിട്ട് റോഡിൽ ലൈറ്റുകളൊക്കെ കളർഫുള്ളായിട്ട് നല്ല രസമായിട്ടോ. കഴിഞ്ഞിട്ടില്ല മസ്കറ്റ് നൈറ്റ്. മത്രയെത്തി. മത്രയിലും നല്ല ഭംഗിയുള്ള കാഴ്ചകളുണ്ട്. നമ്മൾ അമ്പലത്തിലെത്തി കേട്ടോ. അമ്പലത്തിൽ വെള്ളിയാഴ്ച ആയതുകൊണ്ട് തന്നെ നല്ല തിരക്കാണ്. പിന്നെ ഗുരുദേവൻ്റെ ഒരു പ്രത്യേക പരിപാടി ഉണ്ടായിരുന്നു കേട്ടോ. അവിടെ നിറയെ ആളുകളുണ്ടായിരുന്നു. അത് ഈ ഓഡിറ്റോറിയം ആയിട്ടല്ല കേട്ടോ, ഇവിടെ ശിവക്ഷേത്രത്തിൽ തന്നെ അകത്തായിട്ട് ഒരു ഹാള് പോലെയുണ്ട്. അവിടെയാണ് അങ്ങനെയുള്ള പരിപാടികളൊക്കെ നടത്തുന്നത്. അപ്പോൾ ഒരു ഭാഗത്ത് ആ പരിപാടിയും നടക്കുന്നുണ്ട്. പിന്നെ നമ്മൾ ചെന്ന സമയം ദീപാരാധന സമയമായതുകൊണ്ട് തന്നെ ഒരുപാട് ആളുകളും ഉണ്ടായിരുന്നു. അമ്പലത്തിൽ തൊഴുതിറങ്ങി കേട്ടോ. ഇന്നത്തെ ദീപാരാധന വളരെ ഭംഗിയുള്ളതായിരുന്നു കേട്ടോ. നല്ല രസമുണ്ടായിരുന്നു അവിടെ നിൽക്കാനായിട്ട്. പോരാനേ തോന്നുന്നില്ലായിരുന്നു. എല്ലാവർക്കും മനസ്സിന് നല്ല സന്തോഷം കിട്ടിയൊരു സമയമായിരുന്നു കേട്ടോ. അത് നല്ല രസമുണ്ടായിരുന്നു. എല്ലാവരും ഹാപ്പിയായി. ഇന്ന് അമ്പലത്തിൽ പോകാൻ പറ്റിയത് വളരെ ഭാഗ്യമായിട്ട് തോന്നി. മത്രയെത്തി. മത്രയിലെ നൈറ്റ് വളരെ ഭംഗിയുള്ള കേട്ടോ. പക്ഷേ അവിടെ പാർക്കിംഗ് ഒന്നും കിട്ടില്ല. ഈ സമയമാകുമ്പോൾ നല്ല തിരക്കാവും. ഇത് മത്രയിലെ കപ്പൽ ഇതെപ്പോഴും ഇവിടെ ഉണ്ടാവും. ഇത് മത്ര സൂക്ക് കേട്ടോ. ഇതിൻ്റെ ഉള്ളിൽ നമ്മൾ നടന്ന് കാണാൻ പറ്റില്ലാത്തത്ര ഷോപ്പുകളുണ്ട്. കുഞ്ഞു കുഞ്ഞു ഷോപ്പുകൾ, വലിയ വലിയ ഷോപ്പുകൾ. ഒരുപാട് ഫോറിനേഴ്സൊക്കെ വന്ന് കയറുന്ന ഒരു ഏരിയ ആയതുകൊണ്ടായിരിക്കണം നല്ല തിരക്കാട്ടോ അവിടെ എപ്പോഴും. നമ്മളങ്ങനെ മത്ര കഴിഞ്ഞു പുറത്തേക്ക് ഇറങ്ങി. ഈ ഒരു ഭാഗവും വളരെ ഭംഗിയുള്ളൊരു സ്ഥലമാണ് കേട്ടോ. എനിക്ക് ഭയങ്കര ഇഷ്ടം ഇവിടെ കാണുന്നതൊക്കെ. അങ്ങനെ നമ്മൾ വിഷ്ണു ക്ഷേത്രത്തിലേക്ക് എത്തി. വിഷ്ണു ക്ഷേത്രത്തിലേക്ക് നമ്മൾ കയറുന്നതിന് തൊട്ട് മുന്നായിട്ട് പള്ളിയാണ് കേട്ടോ ഉള്ളത്. അവിടുത്തെ തിരക്ക് കണ്ടെന്ന് വെള്ളിയാഴ്ച ആയതുകൊണ്ട് നല്ല തിരക്കായിരിക്കും. അങ്ങോട്ടുള്ള പള്ളിയിലേക്കുള്ള പാർക്കിംഗ് ആണ് കേട്ടോ ഇത്. ഇന്ന് ഒരു പാർക്കിംഗ് പോലും ആർക്കും കിട്ടില്ല, അത്ര തിരക്കാണെന്ന് തോന്നുന്നു പള്ളിയിൽ കേട്ടോ. പള്ളി കഴിഞ്ഞ് നേരെ നമ്മൾ കയറി ചെല്ലുന്നതാണ് അമ്പലത്തിലേക്ക്. അമ്പലത്തിൽ ഇവിടെ മുതൽ ക്യൂ ആണെന്ന് തോന്നുന്നു. നല്ല തിരക്ക് ഇവിടെ ഉണ്ട് കേട്ടോ. ഇവിടെയും പ്രത്യേകം ആൾക്കാർ പൂജകളൊക്കെ നടത്തുന്ന ദിവസമാണ് വെള്ളിയാഴ്ച. അപ്പം അങ്ങനെ നമുക്കൊരു പാർക്കിങ്ങൊക്കെ കിട്ടി. നമ്മൾ അമ്പലത്തിലേക്ക് ഇറങ്ങി. നല്ല തണുപ്പുമുണ്ട് കണ്ടോ. നോക്കുമ്പോൾ തന്നെ നമുക്കറിയാം നിറച്ച് ചെരുപ്പുകളൊക്കെ കണ്ടോ. ഇവിടുന്നേ ചെരുപ്പുകൾ നിറയെ. ഉള്ളിൽ നല്ല തിരക്കായിരിക്കും. ഞങ്ങളും അങ്ങ് കൊണ്ട് ഇടുവാണെങ്കിൽ ഇറങ്ങുമ്പോൾ തന്നെ എടുക്കാമല്ലോ. എന്നും നമ്മൾ ഈ അടുത്ത് കൊണ്ടുപോയി എവിടെയെങ്കിലും ചെരുപ്പിടും കേട്ടോ. അപ്പോൾ നമ്മൾ അമ്പലത്തിലേക്ക് കയറാണ്. ഇനി പ്രാർത്ഥിക്കാം. മകരവിളക്കിൻ്റെ എന്തോ
അവിടുത്തെ പോലെ തന്നെ ഇവിടെ ഇന്നും തിരക്കായിരുന്നു കേട്ടോ. പിന്നെ ഇവിടെ പ്രത്യേകമായിട്ട് നമുക്ക് പ്രസാദമൊക്കെ കിട്ടിയിരുന്നു. പിന്നെ ആപ്പിള്, ഓറഞ്ച്, പിന്നെ അമ്പലത്തിൽ നിന്ന് കിട്ടുന്ന എപ്പോൾ വന്നാലും കിട്ടുന്ന ഒരു മധുരമുണ്ട്, അതും കിട്ടി. അത് പലതരത്തിലുള്ള സാധനങ്ങളായിരിക്കും പല ദിവസം കിട്ടുന്നത്. ഇന്ന് കിട്ടിയത് എല്ലാവർക്കും ഇഷ്ടമായി. ഇവിടെയാണ് കേട്ടോ പ്രസാദം വിളമ്പുന്ന സ്ഥലം. നമ്മൾ അമ്പലത്തിൽ പോയി കഴിഞ്ഞാൽ കുറച്ച് സമയം അവിടെ ഇരിക്കുന്ന ഒരു പതിവുണ്ട് കേട്ടോ. നല്ല സുഖമുള്ളൊരു സമയമാണ് അങ്ങനെ ഇരിക്കുന്നത്. എല്ലാവരും അങ്ങനെ ഇരിക്കും കേട്ടോ. അപ്പോൾ കിട്ടിയ പ്രസാദമൊക്കെ മിക്കവരും അവിടെ വെച്ച് തന്നെ കഴിച്ചിട്ടാണ് പോകുന്നത്. നമ്മളും അങ്ങനെ തന്നെ അവിടെ ഇരുന്ന് കഴിച്ചു. മാളും ആപ്പിള് കഴിച്ചു. പിന്നെ ആ കിട്ടിയ ചെറിയ സ്വീറ്റ്സ് ഉണ്ട്, അത് നമ്മൾ അവിടെ ഇരുന്ന് തന്നെ കഴിക്കുന്നുണ്ട്. ചുറ്റിനും ഇങ്ങനെ അരപ്രൈസ് ഉണ്ട്, അവിടെ ഇരിക്കാം. പിന്നെ പുറത്ത് ബെഞ്ചുകളുണ്ട്, അവിടെ ഇരിക്കാം. അപ്പോൾ ആരും തന്നെ വന്ന് തൊഴുത് ഉടനെ പോവില്ല. ഇങ്ങനെ ഇരുന്ന് അവിടെ നിന്ന് കിട്ടിയ പ്രസാദങ്ങളൊക്കെ കഴിച്ച് പ്രാർത്ഥിച്ച് അങ്ങനെ സമയം ഒരുപാട് ചെലവഴിച്ചിട്ടാട്ടോ എല്ലാവരും പോകുന്നത്. ഞങ്ങളും അതുപോലെ തന്നെ ആപ്പിളും കഴിച്ചു, പിന്നെ മധുരമൊക്കെ കഴിച്ചു. അപ്പൊ ഗൈസ് നമ്മള് രണ്ടമ്പലത്തിലും പോയി കഴിഞ്ഞു. ഇനി എങ്ങോട്ടാന്നറിയില്ല, അങ്ങോട്ട് പോവുകയാണ് വീട്ടിലോട്ട്. അപ്പോൾ പോകുന്ന വഴി ഇന്നും ഡ്രോൺ ഷോ കണ്ടു കേട്ടോ. ഇത് തീർന്നിട്ടില്ല, ഡ്രോൺ ഷോ ഉണ്ട്. ഞങ്ങൾ ചെല്ലുമ്പോൾ തുടങ്ങുകയാണോ അവസാനിക്കുകയാണോ എന്ന് അറിയില്ലല്ലോ, കുറച്ച് നേരം കാണാൻ പറ്റുള്ളൂ. പിന്നെ നമ്മൾ വീട്ടിലേക്ക് പോയില്ല, ഫുഡ് അടിക്കാൻ കയറി. ഇത് മലയാളികളുടെ റെസ്റ്റോറൻ്റ് ആണ്. നല്ല തിരക്കാണ്, വെള്ളിയാഴ്ചയൊക്കെ പാർക്കിംഗ് ഒക്കെ കുറവാണ്. ഒരു സൈഡിൽ കൊണ്ട് ഒതുക്കിയിട്ട് കയറി. ഇനി ഇരിക്കാൻ സ്ഥലം ഉണ്ടോ എന്ന് നോക്കണം. ഇവിടെയൊക്കെ മിക്കപ്പോഴും നമ്മൾ വെയിറ്റ് ചെയ്യേണ്ടി വരും കണ്ടോ, നല്ല തിരക്കാണ് ഇതിൻ്റെ ഉള്ളിൽ. അങ്ങനെ നമുക്കൊരു സീറ്റ് കിട്ടി, നമ്മൾ ചാടി കയറി അവിടെ ഇരുന്നു. ഇനി ഓർഡർ ചെയ്തിട്ടുണ്ട്, ഓർഡർ ചെയ്ത് വെയിറ്റിങ്ങിലാണ്. ഇവിടെ പിന്നെ അധിക സമയം നമ്മളങ്ങനെ വെയിറ്റ് ചെയ്യേണ്ട വരില്ല കേട്ടോ. പ്രത്യേകിച്ച് ഫ്രൈഡേ ആയതുകൊണ്ട് അവരെല്ലാം ഇത്ര തിരക്കുണ്ടാവും എന്നുള്ള കണക്കൂട്ടലിൽ റെഡി ആക്കിയിട്ടുണ്ടെന്നാണ് തോന്നുന്നു കേട്ടോ. അതുകൊണ്ട് തന്നെ നമുക്ക് പെട്ടെന്ന് കിട്ടാറുണ്ട്, ഒരുപാട് വെയിറ്റിംഗ് ഇല്ല. പിന്നെ ഞങ്ങൾ ആദ്യം ഒരു ചായ പറഞ്ഞു കേട്ടോ. അപ്പം ഞാനും നിഷേട്ടനൊരു ചായ പറഞ്ഞു, ഞങ്ങളതങ്ങ് കുടിച്ചു. ആദ്യം തന്നെ കൊണ്ടുവരണമെന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു. മാളു പിന്നെ ചായ കുടിക്കൽ കുറവാട്ടോ, അതുകൊണ്ട് മാളുവിന് ഇന്ന് ചായ വേണ്ടാന്ന് പറഞ്ഞു. ഞങ്ങൾ മാത്രമേ ഓർഡർ ചെയ്തോളൂ. നമ്മൾ ചായ കുടിച്ച് തീരണേക്ക് മുമ്പ് തന്നെ അൽഫാം എത്തി. അൽഫാം താമസിക്കുന്നു വിചാരിച്ചിട്ട് ആദ്യം വന്നത് അൽഫാമാണ് കേട്ടോ. നമ്മളിന്ന് അൽഫാം, പൊറോട്ട, ഒരു കറിയാണ് ഓർഡർ ചെയ്തിട്ടുണ്ടായിരുന്നത്. അപ്പോൾ ഇവിടുത്തെ അൽഫാം നല്ല ടേസ്റ്റിയാണ് കേട്ടോ. പൊറോട്ട രണ്ടാമതാണ് വന്നത്. അപ്പോൾ എല്ലാത്തിനും അതിൻ്റെ കൂടെ അവരൊരു ഗ്രേവിയും കൂടെ തരും. സാധാ ചുമ്മാ ഉള്ളിച്ചാറ് അങ്ങനെയൊന്നും അല്ല കേട്ടോ, ഒരു ചിക്കനും കൂടെ മിക്സ് ചെയ്തിട്ടുള്ളൊരു ഗ്രേവി നമുക്ക് അതിൻ്റെ കൂട്ടത്തിൽ തരുന്നത്. അത്യാവശ്യം നല്ല ടേസ്റ്റുള്ള ഫുഡാണ്. ഒരുപാട് റേറ്റും വരുന്നില്ല കേട്ടോ ഇവിടുത്തെ ഫുഡിന്. അപ്പം മാളൂട്ടി ആദ്യം ടേസ്റ്റ് ചെയ്ത് നോക്കുകയാണ്. മാള് അൽഫാമാണ് ആദ്യം ടേസ്റ്റ് ചെയ്ത് നോക്കിയത്, മാളിന് ഇഷ്ടമായി. അനീഷേട്ടന് ആദ്യം തന്നെ പൊറോട്ടയും പിന്നെ ഗ്രേവി ഒഴിച്ചു കേട്ടോ, അതും കൊള്ളാം. അങ്ങനെ ഞങ്ങളുടെ ഫുഡ് അടിയൊക്കെ കഴിഞ്ഞ് മൊത്തം കാലിയാക്കി ഫ്രണ്ട്സ്. നല്ല ഫുഡായിരുന്നു കേട്ടോ, ടേസ്റ്റി ഫുഡായിരുന്നു. ഒന്നും വേസ്റ്റ് ആക്കേണ്ട വന്നില്ല, നമുക്ക് പാകത്തിനുള്ള ക്വാണ്ടിറ്റി ഉണ്ടായിരുന്നു. നല്ല നമ്മുടെ കയ്യിൽ ഒതുങ്ങുന്ന റേറ്റും, അതാണ് കേട്ടോ ഇവിടുത്തെ പ്രത്യേകത. ഇപ്പോൾ സാധാരണ നമ്മൾ ഹോട്ടലിൽ ഇങ്ങനെ തപ്പി നടന്ന് കയറുന്നിടത്ത് ഫ്ലോപ്പ് ആവാറുണ്ട്, ഇവിടെ ഫ്ലോപ്പ് ആയില്ല. ഇനിയപ്പോൾ നമ്മൾ വീട്ടിലേക്കാണ് കേട്ടോ. ഇവിടെ ഈ റെസ്റ്റോറൻറ്റിന് ഇപ്പുറത്ത് തന്നെ ഒരു ലിയോറാന്ന് പറഞ്ഞ ഷോപ്പുണ്ട്. ഈ ഷോപ്പിൽ നിന്ന് മാളൂന് ഡാൻസിൻ്റെ യൂണിഫോം എടുത്തേട്ടോ. അവിടെ നിന്ന് ഇറങ്ങിയപ്പോൾ മാള് 2 മിഠായി മേടിച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ. ഒരെണ്ണം മാള് എന്നിട്ട് ഒരെണ്ണം അച്ഛന് കൊടുക്കാനായിട്ട് തുറക്കണം കേട്ടോ ഈ കാണുന്നത്. അപ്പോൾ നമ്മുടെ വീഡിയോ ഇന്ന് ഇത്രയേ ഉള്ളൂ. എല്ലാവരും സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ. താങ്ക്സ് ഫോർ വാച്ചിങ്. ബൈ.